ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എക്സ് വൈയും ആ സ്ലോപ്പും വെച്ച് ഇക്വേഷൻ കണ്ടെത്തണം. ശരി ശരി ശരി. കേക്കട്ടെ, ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഹാരിസേ, വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ സ്ലോപ്പ് ഓഫ് ടു ഡിഫറെന്റ് ലൈൻസ്? സാർ, രണ്ട് ലൈനിന്റെയും സ്ലോപ്പ് വ്യത്യസ്തമായിരിക്കും. Two different lines have two different slopes. Okay, fine. What about the slope of a particular line? ഒരു ലൈനിന്റെ സ്ലോപ്പിന്റെ എന്തായാലും വരുന്നത് നിഷാന? നിഷാന സിയാദ്, what is the peculiarity of the slope of a particular line? സെയിം ലൈനിൽ തന്നെയായിരിക്കും. സോറി, കേട്ടില്ല. സെയിം ലൈനിൽ തന്നെയായിരിക്കും. Slope of different points on a line. Different points different ലൈനിലായിരിക്കും. My question is, what is the peculiarity of slope when we consider different points on a line? ഒരു ലൈനിലെ ഡിഫറെന്റ് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പിന് എന്താണ് സംഭവിക്കുക? സ്ലോപ്പ് എങ്ങനെയായിരിക്കും? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ആൻസർ സെയിം ആയിരിക്കും. ആൻസർ സെയിം ആയിരിക്കും. അൻഷിത പറഞ്ഞേ. അൻഷിത്, വാല്യൂ സെയിം ആയിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ, ഞാൻ ആൻസർ പറയാം. സപ്പോസ് നമുക്ക് 1, 2 എന്നൊരു പോയിന്റ് ഉണ്ട്, ദെൻ 3, 8 എന്നൊരു പോയിന്റ് ഉണ്ട്. നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ സ്ലോപ്പ് ഒക്കെ കണ്ടുപിടിച്ചു, എക്സ് വൈ ചൂസ് ചെയ്തു. ഈ എക്സ് വൈയുടെ കൂടെ ഏത് പോയിന്റാ കൺസിഡർ ചെയ്യണ്ടേ അൻഷിതേ? അത് ഏതുകൊണ്ട് കൊടുക്കാലോ? ഏതുകൊണ്ട് കൊടുക്കാം, തീർച്ചയായിട്ടും, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് കേട്ടോ. അപ്പൊ ഹൗ ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്നുള്ള ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തേ. അതിന്റെ നമ്മൾ 3 എക്സാമ്പിൾസ് ചെയ്തു. ഫ്രാക്ഷൻ വന്നത്, നെഗറ്റീവ് വന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞു ക്രോസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒക്കെ മാറ്റാം. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ലാന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഓക്കെ, സോ വി ആർ മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ഐഡിയ. ഓക്കെ, സോറി. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മേ ബി ആസ്ക്ഡ് വിത്ത് ദ ഇക്വേഷൻ. ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 3 ക്വസ്റ്റ്യൻസ് വരും. അതിൽ ഒരെണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഒന്ന് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്നുള്ളതാണ്. അത് നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു, നമ്മൾ പഠിച്ചു ഹൗ ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് check whether ഇപ്പൊ എഴുതണ്ടോ, എ പോയിന്റ് ബിലോങ്സ് ടു എ ലൈൻ. നമുക്ക് കുറച്ച് പോയിന്റ് ഒക്കെ തരും. ആ പോയിന്റ് ലൈനിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇതാണ് നമുക്ക് രണ്ടാമത് വരുന്ന ആപ്ലിക്കേഷൻ. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ന്യൂ പോയിന്റ്സ് ഓൺ എ ലൈൻ. ഇങ്ങനെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ വരിക. അതില് ഇത് നമ്മളിപ്പോൾ ഓൾറെഡി അഡ്രസ് ചെയ്ത് കഴിഞ്ഞ കാര്യം, അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഫൈൻ. രണ്ടാമത്തെ ടൈപ്പ് ഹൗ ടു ചെക്ക് വെദർ എ പോയിന്റ് ബിലോങ്സ് ടു എ ലൈൻ. ആക്ച്വലി ഇതും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്, പക്ഷെ നമ്മളൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അബി ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ, ഒരു പോയിന്റ് ലൈനിലുണ്ടെങ്കിലുള്ള പെക്യുലാരിറ്റി എന്തായിരിക്കും? സർ, അതിന്റെ ഇക്വേഷൻ ഓഫ് ലൈൻ സാറ്റിസ്ഫൈ ചെയ്യും. അബ്സല്യൂട്ട്ലി. പോയിന്റ് ഇല്ലെങ്കിലോ? അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇത്രേ ഉള്ളൂ പണി. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിത് ഇങ്ങനെ ഒരു ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 2x - y + 3 = 0. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് നമുക്ക് കിട്ടിയതാട്ടോ. നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തു, നമുക്ക് ഇക്വേഷൻ കിട്ടി. എന്നിട്ട് നമ്മുടെ ചോദ്യം ഇതാണ്, വി ഹാവ് ടു ചെക്ക് വെദർ ദ പോയിന്റ് 1, 3 ബിലോങ് ടു ദ ലൈൻ. ഓക്കെ, 1, 3 ലൈനിലുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് വി ഹാവ് ടു ചെക്ക് വെദർ 3, 9 ബിലോങ് ടു ദ ലൈൻ. ഇതാണ് നമുക്ക് 2 ക്വസ്റ്റ്യൻ. 1, 3 ലൈനിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, 3, 9 ലൈനിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിപ്പോ പറഞ്ഞതുപോലെ എങ്ങനെ കിട്ടുക നമുക്ക് നോക്കാം. 1, 3 നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കും, സിമ്പിൾ സംഭവമുള്ളൂ, വേറെ ഒന്നുമില്ല.
1 3 നോക്കുമ്പോൾ 2 into 1 minus 3 plus 3 എന്ന് വരും. 2 into 1 2 ആണ്, minus 3 plus 3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 എന്ന് ആൻസർ കിട്ടും, ഈക്വൽ ടു 0 അല്ല. അപ്പൊ എന്താ നമ്മുടെ കൺക്ലൂഷൻ വരെ അൽസാബിത്തെ പറഞ്ഞ കേൾക്കട്ടെ? This point knowing the slope. നോട്ട് ദ സ്ലോപ്പാ. Line. This point does not belong to the line. ആ പോയിന്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവൻ ലൈനിൽ ഉണ്ടാവില്ല, പരിപാടി തീർന്നു. ഇതുപോലെ തന്നെ നമുക്ക് 3 9 നമുക്ക് 3 9 ചെക്ക് ചെയ്യുമ്പോൾ 2 into 3 minus 9 plus 3. അപ്പൊ 6 minus 9 plus 3. 6 minus 9 -3 ആണ്, plus 3 0 എന്ന് കിട്ടും. അപ്പൊ എന്താ നമ്മൾ കൺക്ലൂഷൻ പറയാം ഫാത്തിമ ഫൈറൂസ്? ഈ പോയിന്റ് ലൈനിലുണ്ട്. 3 9 belongs to the line. 1 3 does not belong to the line. ഇത്രയുള്ള സംഭവം. നോട്ട് ചെയ്ത് വെച്ചു. ഹൗ ടു ചെക്ക് വെദർ എ പോയിന്റ് ബിലോങ്സ് ടു എ ലൈൻ ഓർ നോട്ട്. വേഗം ചെക്ക് ചെയ്തു, സോറി വേഗം നോട്ട് ചെയ്തു, സ്പീഡായിക്കോട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. അപ്പൊ ഇതിലെ ഒരു കാര്യം പ്രത്യേകം ഓർത്തോളൂ കേട്ടോ, ഈ ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല, ഈ സാധനം ക്വസ്റ്റ്യനിൽ തരൂല. അത് നമ്മൾ എന്ത് ചെയ്യും? അപ്പോ ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തരൂല ഭീമനവാസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് വിട്ടുപോകരുത് കേട്ടോ. ആദ്യം നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെക്ക് ചെയ്യാം. സാർ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ തന്നിട്ട് അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കുമല്ലോ ചോദിക്കണേ. ഇതിലോട്ട് അങ്ങനെ ആവണമെന്നില്ല. ഇപ്പൊ നമുക്ക് ചിലപ്പോ ഇക്വേഷൻ കണ്ടുപിടിക്കാനൊന്നും ക്വസ്റ്റ്യനിൽ പറയില്ല. വെറുതെ ഇപ്പൊ ഒരു ലൈനിൽ 2 പോയിന്റ് വന്നിട്ട് ചെക്ക് വെദർ വേറൊരു പോയിന്റ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ഇപ്പോ എ ലൈൻ, ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കേട്ടോ, എ ലൈൻ ഈസ് ഡ്രോൺ ത്രൂ 1 5 and 7 6. check whether 2 8 belongs to the line. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നേരത്തെ അഡ്വാൻസ് പറയണമെന്നില്ല, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവനെ വെച്ചിട്ട് ആദ്യം ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോട്ടോ. കാരണം എക്സസൈസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വർത്താനത്തിന് സമയം ഉണ്ടാവില്ല. പറഞ്ഞോ. 1/3 ഇപ്പൊ ചെക്ക് ചെയ്തില്ലേ? അതില് 2 എങ്ങനെ സാറാണ്? 2x എന്നല്ല കിടക്കുന്നത്. 2x minus y plus 3 എന്നല്ല നമുക്ക് ഇക്വേഷൻ കിടന്നേ. അതല്ല സാറേ കേൾക്കണേ, അവസാനം 2 - 3 + 3 ചെയ്തില്ലേ? അതെങ്ങനെ 2 വന്നേ? ഈ 2 into 1 2 -3 + 3. അപ്പൊ ആദ്യം ചെയ്യണം 2 - 3 അല്ലേ? ഇല്ലല്ലോ, മൾട്ടിപ്ലിക്കേഷൻ ആദ്യം 2 into 1 മൾട്ടിപ്ലിക്കേഷൻ. അത് കിട്ടിയ 2 കിട്ടിയല്ലോ. അത് ഓക്കെ. 2 - 3 ചെയ്യുമ്പോൾ -1 വരും. -1 + 3 ആൻസർ ആണ് 2. ഞാൻ ആ സ്റ്റെപ്പ് എഴുതിയില്ലെന്നുള്ളൂ. വേറെ any doubt regarding how to check whether a point belongs to a line or not? ഓക്കെ, അപ്പൊ കേട്ടോ, മൂന്നാമത്തെ പോയിന്റ് ആണ് ഫൈൻഡ് ന്യൂ പോയിന്റ്സ് ഓൺ എ ലൈൻ. അപ്പൊ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന മെത്തേഡ് ഇങ്ങനെയായിരിക്കും. നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെയാണ്. ഈ ന്യൂ പോയിന്റ്സ് ഓൺ എ ലൈൻ എന്നുള്ള ടോപ്പിക്കില്ലേ, തൊട്ട് മുന്നേ ഞാൻ കാണിച്ചു പോലെ തന്നെ ഇങ്ങനെ പറയും. എ ലൈൻ ഈസ് ഡ്രോൺ ത്രൂ 1 5 and 7 15. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് 3 more points on the line. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പോലെ തന്നെ യു ഹാവ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇതാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ, ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ തൽക്കാലം ചിലപ്പോൾ ഇക്വേഷൻ തെറ്റായിരിക്കാൻ ഞാൻ വെറുതെ എഴുതുന്നുള്ളൂ കേട്ടോ. സപ്പോസ് ഇവന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് 3x - y അല്ലെങ്കിൽ 3x + y
-5 = 0 എന്നിരിക്കട്ടെ. ചുമ്മാ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണോ, ഇതായിരിക്കണം എന്നില്ല ഇക്വേഷൻ, ചിലപ്പോൾ വേറെ ആവാം. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. നമ്മൾ ഈ തന്ന പോയിന്റ് ഒക്കെ വെച്ചിട്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇവിടെ നമുക്ക് 3 പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക. ഇനിയിപ്പോ കൺഫ്യൂഷൻ വേണ്ട. ഇന്നലെ നമ്മൾ ചെയ്തൊരു എക്സാമ്പിൾ ആയിരുന്നു. ഒരു പോയിന്റ് 1 2, വേറൊരു പോയിന്റ് 3 6. ഇവന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുക 2x - y = 0 എന്നാണ്. 2x - y = 0 എന്ന ഇക്വേഷൻ കിട്ടുക. ശ്രദ്ധിച്ചു കേട്ടോ. പുതിയ പോയിന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പണി, വാട്ട് യു ഹാവ് ടു ഡു ഈസ്, നമുക്കറിയാം ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ പോയിന്റിന്റെ വാല്യൂ നമ്മൾ എഴുതുമ്പോൾ ആരൊക്കെ നമ്മളോട് എടുത്ത് എഴുതേണ്ട ഫാത്തിമ ഇസ്മായിൽ? വൈൽ മെൻഷനിങ് എ പോയിന്റ് നമ്മൾ ആരൊക്കെ നോട്ട് ചെയ്യണം? എക്സ് കോർഡിനേറ്റ് നോട്ട് ചെയ്യണം, വൈ കോർഡിനേറ്റ് നോട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് പുതിയ 3 പോയിന്റ് കണ്ടുപിടിക്കണം. 3 പേരുടെയും എക്സ് വാല്യൂവോ വൈ വാല്യൂവോ നമുക്കറിയില്ല. എക്സ് വാല്യൂ നമുക്കറിയില്ല, വൈ വാല്യൂ നമുക്കറിയില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ഒന്നെങ്കിൽ എക്സ് വാല്യൂ അല്ലെങ്കിൽ വൈ വാല്യൂ അസ്യൂം ചെയ്യും. എയ്തർ എക്സ് വാല്യൂ ഓർ വൈ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യും. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുക്കുകയാണ് എക്സ് ഈക്വൽ ടു, ഇവിടെ വന്ന് 1 ഉം 3 എടുക്കരുത് കേട്ടോ. ഞാൻ എക്സ് ഈക്വൽ ടു 4 എന്ന് എടുക്കുക. എക്സ് 4 ആണെങ്കിൽ എന്ത് വരുന്നു നോക്കി, 2 × 4 - y = 0. അതായത് 8 - y, നിങ്ങൾ താഴെ എഴുതാവുള്ളൂ, = 0. വൈനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 8 = y എന്ന് കിട്ടും. അപ്പൊ എക്സ് 4 ആണെങ്കിൽ y 8. അപ്പൊ പോയിന്റ് ആരായി? പോയിന്റ് എന്ന് പറയുന്നത് എക്സ് വാല്യൂ 4, വൈ വാല്യൂ 8. കണ്ടോ, പുതിയൊരു പോയിന്റ് കിട്ടി. ഇനി അടുത്തത്, നിങ്ങൾക്ക് എക്സ് തന്നെ ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈ ചൂസ് ചെയ്യാം. സപ്പോസ് ഞാൻ y = ഒരു ഇപ്പൊ ഇതിനകത്തുള്ള y എന്ന് പറഞ്ഞാൽ 2 ഉം 6 ഉം ആണ്, അതെടുത്തിട്ട് ഗുണമില്ല. കേട്ടോ, y = സപ്പോസ് ഒരു 10 എന്ന് അസ്യൂം ചെയ്യാം. അപ്പോ 2 × x നമുക്ക് അറിയില്ല, വൈയുടെ വാല്യൂ 10 ആണ്, = 0. അപ്പൊ 2x = 10 എന്ന് കിട്ടും, x = 10/2 5 എന്ന് കിട്ടും. അപ്പൊ പോയിന്റ് ആരായി? പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന് പറഞ്ഞ പോയിന്റ് ആരോട് നമ്മൾ എടുത്ത് വെച്ചിരിക്കാൻ അമീൻ എം ജെ, പോയിന്റ് ആരാ? 5 10 എന്ന് പോയിന്റ് കിട്ടും. കണ്ടോ, അപ്പൊ എന്താ നമ്മൾ ചെയ്ത് നോക്കി, ആദ്യം നമ്മൾ ഇവിടെയും നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി ഇക്വേഷൻ കണ്ടുപിടിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ആ ഇക്വേഷനിലേക്ക് എയ്തർ എക്സ് ഓർ വൈ, അതിന്റെ അർത്ഥം ഒന്നെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ സപ്പോസ് ചെയ്യാം. അതായത് എക്സിനോ വൈക്കോ നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ എടുക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മറ്റേ ആളെ കണ്ടുപിടിക്കുക. എക്സ് ആണ് സപ്പോസ് ചെയ്യുന്നെങ്കിൽ അവിടുന്ന് വൈ കണ്ടുപിടിക്കുക, വൈ ആണ് സപ്പോസ് ചെയ്യുമെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് പോയിന്റിലേക്ക് എത്താൻ പറ്റും. അത് എത്ര പോയിന്റ് ആണോ ചോദിച്ചത് അത്ര കണ്ടുപിടിക്കാൻ പറ്റും. Ask if there is any doubt first. Note down how to find it. Right. നിങ്ങൾക്ക് തിരിയുന്ന പോലെ നോട്ട് ചെയ്യണം കേട്ടോ. Speed out. So first of all, we will find the equation. Then we will suppose values for either x variable or y variable, and we will simplify to find the next one. അങ്ങനെ കിട്ടി കഴിയുമ്പോൾ പോയിന്റ് എടുത്ത് എഴുതാം. Complete ആയോ? Anyone? Any doubt? Anyone? Doubt ഇല്ല? ആദിൽ മുഹമ്മദ് ക്ലിയർ ആണോ? ആദിൽ മുഹമ്മദ്, ആദിൽ മുഹമ്മദ് ക്ലിയർ സർ. എൽദോസ് ജി,
എൽദോസ്, സർ ക്ലിയർ. ഷുവൈബ്, സാർ ഓക്കെ ആണോ? ശരി, എങ്കിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ എഴുതിക്കുക എവരിവൺ. Find 3 more points. Find 3 more points on the line joining 2, 6 and 5, 12. 2, 6 and 5, 12. സ്പീഡിന് ചെയ്യണം കേട്ടോ. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. കേട്ടോ. ഒരു 2 മിനിറ്റോടൊക്കെ മതിയോ മാക്സിമം? എന്താ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഇവിടെ ഇക്വേഷൻ കണ്ടുപിടിച്ചപ്പോ എന്താ കിട്ടിയാന്ന്? അൽഷിഫ, എന്താ ഇക്വേഷൻ വന്നേ? സാർ ഇക്വേഷൻ എത്തിയിട്ടുള്ളൂ. അൽഷിഫ ഒരു സെക്കൻഡ്. പറഞ്ഞേ. അൽഷിഫ പറഞ്ഞോ. സാർ ഇക്വേഷൻ ചെയ്യണുള്ളൂ. ഇക്വേഷൻ ചെയ്യണുള്ളൂ. ഒരു സെക്കൻഡ്. അതിനൊന്ന് പറഞ്ഞേ അൽഷിഫ. സാർ ഇക്വേഷൻ ചെയ്യണുള്ളൂ, കുറച്ചുകൂടി ഇരുന്നിട്ട് കഴിയും. സ്ലോപ്പ് കിട്ടിയോ? സ്ലോപ്പ്
സ്ലോപ്പ് 2. സ്ലോപ്പ് 2 ആണ്. ആ. ഇത് പറയുന്നു ആണല്ലോ. സ്ലോപ്പ് 2 അല്ല അതേഴ്സ്. ഇത് കൊണ്ടൊന്ന് ഫാസ്റ്റ് ആയി ചെയ്യണേ. നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പോയിന്റ് 26 512 ആണ്. 26 and 512. ഇത്രയും ടൈം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് ബുദ്ധിമുട്ടും. പക്ഷെ അവിടെ നമുക്ക് എക്സസൈസിലൊക്കെ കയറുന്നത് തീർത്തിട്ട് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സ്ക്രീൻ. അപ്പോ സ്റ്റാർട്ടിംഗിൽ നമ്മൾ പറഞ്ഞ പോലെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 minus y1 by x2 minus x1 ചെയ്യുമ്പോൾ 12 minus 6 by 5 minus 2 6 by 3 2 എന്ന്. സ്റ്റെപ്പ് ഒന്നും കുറയ്ക്കരുത് കേട്ടോ. ലെറ്റ് എക്സ് വൈ ബി എ പോയിന്റ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ ചെയ്ത അതേ കാര്യമാണ്. നേരെ സ്ലോപ്പോ എക്സ് വൈ ആണ് 2 6 6 minus y by 2 minus x എന്ന്. ഇതിനൊക്കെ വന്നായിരുന്നോ? ഫൈനൽ എന്താണെന്ന് കേൾക്കട്ടെ. ഫൈനൽ നമ്മൾ കണ്ടുപിടിച്ചപ്പോ ലാസ്റ്റ് അപ്ര ഇക്വേഷൻ എന്തായിട്ട് ഇക്വേഷൻ Sir, 2x minus y plus 2. 2x minus y 2x minus y plus 2 ആയിരിക്കും. ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് 6 minus y is equal to 2 into 2 minus x. 6 minus y equal to 4 minus 2x. 6 minus y minus 4 plus 2x equal to 0. But 2x minus y 6 minus 4 or 2 1. Equation of the line kitty. Okay, no? Equation of the line, everyone. ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാട്ടോ. Same can also be written as y minus 2x minus 2 equal to 0. That's also correct. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും എഴുതാം. അതും കറക്റ്റ് ആണ്. അതും കറക്റ്റ് ആണ്. ഓക്കെ ആണോ everyone? ഓക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ന്യൂ പോയിന്റ്സ് കണ്ടെത്താം എന്നുള്ളതാണ്. അത് നമ്മൾ എന്താണ് മെത്തേഡ് പറഞ്ഞ ആയാനൊന്ന് പറയടാ. ഹൗ ടു ഫൈൻഡ് ദ ന്യൂ പോയിന്റ്സ്? സർ പറഞ്ഞോ. അത് നമ്മള് അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള നമ്പർ എടുത്തിട്ട് ചെയ്ത് നോക്കണം. ഇക്വേഷനിലിട്ട് 0 ഉണ്ടോ നോക്കണം. പറഞ്ഞോ. അപ്പൊ നമ്പർ പറഞ്ഞു. അതിപ്പോ ക്വസ്റ്റ്യൻ തന്നേക്ക നമ്പറാ. ക്വസ്റ്റ്യൻ തന്ന നമ്പർ അല്ല. പുതിയ പോയിന്റ്സ് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടേ? ഇപ്പൊ ഉള്ള ഇക്വേഷൻ 2x minus y plus 2 equal to 0 എന്നാണ്. How we can find the points? എക്സും വൈയുടെ അവിടെ നമ്പർ ഇട്ട് കൊടുക്കണം. പറയുടെ നമ്പർ അതല്ലേ ചോദിക്കുന്നേ. ആ നമ്പർ നീ ഇട്ട നമ്പർ ഏതാ? നീ കൊടുക്കാൻ പോകുന്ന നമ്പർ ഏതാ? ഞാൻ 6ഉം 4ഉം 6ഉം 4ഓട് കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്കേ കൊടുക്കാൻ പറ്റൂ. ഒരാൾക്ക് ഒരു എക്സിനോ വൈക്കോ വാല്യൂ കൊടുക്കുക. ഇതാണ് തൊട്ട് മുമ്പേ ആ ടോപ്പിക് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുന്നവരുണ്ട്.
You can substitute the value for either x or y. ഒന്നുകിൽ എക്സിന് വാല്യൂ കൊടുക്കാം എന്നിട്ട് y കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ yക്ക് വാല്യൂ കൊടുക്കാം x കണ്ടുപിടിക്കാം. രണ്ടോടെ കൊണ്ടേ കൊടുത്ത ആൻസർ കിട്ടൂല, ചുമ്മാ സമയങ്ങളേ ഉള്ളൂ. ഇതാണ് തൊട്ട് മുന്നേ പറഞ്ഞപ്പോൾ എഴുതി വെക്ക് നിങ്ങൾക്ക് തിരിയുന്ന പോലെ എന്ന് പറഞ്ഞു. ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ഹാരിസ് കേൾക്കട്ടെ? സാർ എക്സ് 3 ആയിട്ട് എടുത്തു. എക്സ് 3 ആയിട്ട് എടുത്തു. അപ്പൊ x = 3 നമ്മൾ കൊടുത്തു കഴിയുമ്പോ 2x - y കൊടുക്കുമ്പോൾ 2 × 3 - y + 2 = 0. അപ്പൊ 6 - y + 2 = 0. 6 + 2 8 ആണ്. 8 - y = 0 എന്ന് കിട്ടും. നെഗറ്റീവ് y അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 8 = y. അപ്പൊ പോയിന്റ് ഏതായിരുന്നു? ഹാരിസ് പോയിന്റ്. സാർ പോയിന്റ് പറഞ്ഞപ്പോ പോയിന്റ് എഴുതിയില്ല. x 3 ഉം y 8 അല്ലേ കിട്ടി. അപ്പൊ പോയിന്റ് പറ. 3 8. പോയിന്റ് is 3 8. ഇതാണ് ഇതിന്റെ മെത്തേഡ്. ഇതാണ് നിങ്ങളോട് നേരത്തെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ സംഗതി. ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കും, മറ്റേ ആൾക്കുണ്ട്. തഫ്സീർ എന്ന് പറയാൻ ഒരു എക്സാമ്പിൾ. 4. x = 4. x = നമ്മൾ 4 കൊടുക്കുമ്പോൾ ഏതാ ആൻസർ കിട്ടിയ തഫ്സീർ ഫൈനൽ? 10. x 4 എടുത്തപ്പോൾ 10 എന്നാണ് കിട്ടി. 2 × 4 - y + 2 = 0. 2 × 4 8 ആണ്. 8 + 2 10 - y = 0 എന്ന് കിട്ടും. അവിടെ നമുക്ക് കൊടുക്കാം 10 = y. Therefore, point is 410. ഇതാണ് മെത്തേഡ്. We will choose suitable values for one of the variable. Using that, we will find the value of next. രണ്ടും കൂടെ അസ്യൂം ചെയ്താൽ കിട്ടൂല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇത് നിങ്ങൾക്ക് x തന്നെ സപ്പോസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ y സപ്പോസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. എത്ര പോയിന്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സ്ഥലത്തെ? 3 പോയിന്റ്. അപ്പൊ ഒന്ന് പറയാം, അടുത്തൊരു പോയിന്റ് പറയാൻ കേൾക്കട്ടെ. പോയിന്റ് പറഞ്ഞാൽ മതി. ഫൈനൽ 6. 6 എന്ന് മാത്രം. പോയിന്റ് കംപ്ലീറ്റ് പറ. സാർ 2 പോയിന്റ് അല്ലേ? ക്വസ്റ്റ്യനിൽ 3 പോയിന്റ് അല്ലേ ചോദിച്ചേ അൽസാബത്തെ? പോയിന്റ് ഓർമ്മ തന്നല്ലേന്നു. 2 6 അതായത് തന്നേക്കുന്നത് ആദ്യ ക്വസ്റ്റ്യൻ. എടുക്കാനല്ലോ. ഈ രണ്ടുപേരെ കൂടാതെ 3 എണ്ണം. ഈ രണ്ടുപേരുണ്ടെങ്കിൽ ഒരാളും കൂടെ എന്നല്ല അതിന്റെ അർത്ഥം. 2 × 6 - y + ഫൈനൽ എന്താ കിട്ടിയ? അപ്പൊ ഫൈനൽ എക്സിന് 6 കൊടുത്തപ്പോൾ y എന്ത്? 40. സോറി 40. 14. 6 40. 6 14. ഇതാണ് അതിന്റെ മെത്തേഡ്. അപ്പൊ നമ്മളുടെ ഡിസ്കഷൻ അവിടെ തീരുക കേട്ടോ. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാ തുറന്ന് ചോദിക്കണം, മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഒന്ന് ഡയറക്ട്ലി എങ്ങനെ ഇക്വേഷൻ കണ്ടെത്താം, 2 ഇക്വേഷൻ തന്നാൽ എങ്ങനെ പോയിന്റ് ചെക്ക് ചെയ്യാം, 3 എങ്ങനെ പുതിയ പോയിന്റ് കണ്ടെത്താം. ഇങ്ങനെ 3 കാര്യമാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. There is any doubt in any point you can ask. Right. Anyone, any doubt in any point. ഓക്കെ ആണല്ലോ? ആർക്കും പ്രശ്നമില്ല. ഇല്ല, ഞാൻ പറഞ്ഞോട്ടെ എങ്ങനെയാണെങ്കിൽ. ശാലായി ഓക്കെ. അപ്പൊ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ ഓഫ് എ ലൈനുമായി ബന്ധപ്പെട്ട പല പല ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. എല്ലാ ആപ്ലിക്കേഷനിലും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? ഇൻ ഓൾ ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കോമൺ? എല്ലാത്തിലും ഇക്വേഷൻ ഉണ്ട്. അബ്സല്യൂട്ട്ലി എല്ലാത്തിലും നമ്മൾ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടെത്തണം.
നിർബന്ധമായിട്ട് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടെത്തണം. അവിടെ നിന്നാണ് നമുക്ക് ബാക്കി മുന്നോട്ടുള്ള, അതിപ്പോ പോയിന്റ് ചെക്ക് ചെയ്യാനാണെങ്കിലും പുതിയ പോയിന്റ് കണ്ടെത്താനാണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, അങ്ങോട്ടെല്ലാം നമുക്ക് ലീഡ് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? ഇക്വേഷൻ ഓഫ് ലൈൻ നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ഈ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കീ റോൾ ഉള്ള ഒരാളാണ്. അത് കണ്ടുപിടിക്കാതെ നമുക്ക് ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ക്ലിയർ ആയോ? അപ്പോ ലൈനുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആദ്യം ചെയ്യാവുന്ന കാര്യമാണ് എന്ത്? ആ തന്നിരിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ മനസ്സിലാക്കുക, എന്നിട്ടാണ് ബാക്കി നമ്മൾ ചിന്തിക്കുന്നത്. റെഡിയോ? ശരി, എനിക്ക് ഒരു കാര്യം കൂടെ പറയാം, ഒറ്റ പോലെ പറയാം കേട്ടോ. ഇതില് നമ്മൾ എക്സസൈസിലേക്ക് പോകുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സാമ്പിൾ എടുക്കുക, ഞാൻ പറയാം. Check whether check whether the point A, 2A A, 2A is on the line joining the points 3, 6 and 5. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കോലത്തിൽ ഒന്ന് ട്രൈ ചെയ്താൽ, നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്താൽ ശരിയോ തെറ്റോ ആവട്ടെ ഡെസിമൽ. നിങ്ങൾക്ക് തിരിഞ്ഞ രീതിയിൽ എന്താണോ വായിച്ചിട്ട് മനസ്സിലായാൽ ചെയ്യാട്ടോ. 2 മിനിറ്റ് മാക്സിമം തരുവേ. I will give you 2 minutes maximum. Speed out there. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ചെയ്യാട്ടോ. ഒരു മിനിറ്റ്. One more minute. Thirty seconds more. 30 seconds maximum. ഞാൻ പറയാ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണോ നിങ്ങൾക്ക് മനസ്സിലായ അതാണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഐഡിയ കിട്ടൂല, ഇന്ന രീതിയിൽ പ്രൊസീഡ് ചെയ്ത ആൻസറിലേക്ക് എത്താം. ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, എന്താ ചെയ്തെന്ന് കേൾക്കട്ടെ. ഷുഹൈബ് എന്ത് ചെയ്തു ഈ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോ? സ്ലോപ്പ് കണ്ടുപിടിച്ചു. ശരി, സ്ലോപ്പ് എത്ര കിട്ടി? 2. എന്നിട്ട് ഇക്വേഷനിലേക്ക് പോയി. വെരി ഗുഡ്.
ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മോസിൻ മുസ്തഫ എന്താ ചോദിച്ചിട്ടുള്ളത്? ചെക്ക് വിതർ പോയിന്റ് എ ടു എ ലൈനിലുണ്ടോന്ന്. ലൈനിൽ ഒരു പോയിന്റ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. ലൈനിൽ പോയിന്റ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ലൈനിൽ ഒരു പോയിന്റ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടണം? ഇക്വേഷൻ കിട്ടണം. അപ്പൊ നമ്മൾ ഈ രണ്ട് പോയിന്റ് വെച്ചിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കും. When you find the equation, you will get the equation as 2x minus y equal to 0. ആണോ കിട്ടിയേ? 2x minus y equal to 0. ഞാൻ ചെയ്യണോ? അത് ബോർഡിൽ ചെയ്യണോ? ഒന്ന് പറഞ്ഞേ. സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ 10 minus 6 5 minus 3 2 ആണ് സ്ലോപ്പ് കിട്ടുക. സ്ലോപ്പ് 2 എന്ന് കിട്ടും. Equation of the line 2x minus y equal to 0. ഓക്കെ ആണോ? ഞാൻ ബോഡി ചെയ്യണോ? ഒന്ന് പറഞ്ഞേ. ശരി, ഇക്വേഷൻ കിട്ടി. ഇനി എന്താ ചെയ്യണ്ട റീന? ഒന്ന് പറഞ്ഞേ. Once equation is obtained, what to do next? സാറ്റിസ്ഫൈ ചെയ്യണോ നോക്കണം. സാറ്റിസ്ഫൈ ചെയ്യണോ നോക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യും വേണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ പോയിന്റ് എ ടു എ ആണ്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കാരണം നമ്മുടെ എക്സസൈസിൽ വരുന്ന മജോറിറ്റി ക്വസ്റ്റ്യൻ ഈ പാറ്റേൺ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾക്ക് ഉണ്ടായിരുന്നത് ഒരു എക്സാമ്പിൾ ഒരു 714 എന്ന പോയിന്റ് ആണെങ്കിൽ നമുക്കറിയാം ഇത് അവന്റെ എക്സ് കോർഡിനേറ്റ് ആണ്, ഇത് അവന്റെ വൈ കോർഡിനേറ്റ് ആണ്. ഇക്വേഷൻ 2x minus y equal to 0 എന്നാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into എക്സിന്റെ വാല്യൂ കൊടുക്കും മൈനസ് വൈയുടെ വാല്യൂ കൊടുക്കും. അപ്പൊ നമുക്ക് 2 into 7 14 ആണ്, 0 എന്ന് കിട്ടും അല്ലെ? ഇതുപോലെ തന്നെയാണ് തന്നിരിക്കുന്ന പോയിന്റ് ചെക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെ വരുന്ന നോക്കിയേ. നമ്മളുടെ പോയിന്റ് എ ടു എ ആണ്. ഇവിടുത്തെ എക്സ് വാല്യൂ എത്രയാണെന്ന് പറഞ്ഞേ ഫാത്തിമ സാറ? വൈ വാല്യൂ 2a. അപ്പോ ഇത് എക്സ് വാല്യൂ, ഇത് വൈ വാല്യൂ. ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ 2 into a, എക്സ് വാല്യൂ കൊടുത്തു മൈനസ് വൈ വാല്യൂ കൊടുത്തു. 2 into a എന്ന് പറഞ്ഞാൽ 2a ആണ്. 2a minus 2a എന്ന് വന്നു. ശരിയല്ലേ? അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ എന്താ ജിലാനി? വാട്ട്സ് അവർ കൺക്ലൂഷൻ? സെയിം ലൈൻ. A to A belongs to line. Now conclude. A comma to A belongs to the line. Now we conclude. ഇത് പല രീതിയിൽ വരാട്ടോ. ഇപ്പൊ എ ടു എ വന്നതിന് പകരം ചിലപ്പോൾ നമുക്ക് വരുന്നത് എക്സ് പ്ലസ് 2 എന്നായിരിക്കും. ചിലപ്പോ നമുക്ക് വരുന്നത് എക്സ് പ്ലസ് 3 എക്സ് പ്ലസ് 4 എന്നായിരിക്കും. ഇങ്ങനെയൊക്കെ പോയിന്റുകൾ വരാം. വേറൊന്നുമില്ല, ഒന്നാമത്തെ ആള് നമ്മൾ എക്സിന്റെ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് ഒന്നാമത്തെ ആള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, രണ്ടാമത്തെ ആള് വൈയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 ആണ്. ഇത്രയുള്ളൂ പണി. ക്ലിയർ ആണോ എല്ലാവർക്കും? എവരിവൺ ക്ലിയർ? Okay. If so, let us move on to textbook exercise. എക്സസൈസ് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുക. സർക്കിളിന്റെ ഇക്വേഷൻ കൂടെ വേറെ ടോപ്പിക് കൊണ്ട് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്താണ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുള്ളൂ കേട്ടോ. പേജ് നമ്പർ 231. പേജ് നമ്പർ 231. അങ്ങനെ തന്നെ ഹെഡിങ് കൊടുക്കണേ നോട്ട്ബുക്കില്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് പേജ് 231. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. സെക്കൻഡ് ചെയ്യണ്ട, സെക്കൻഡ് ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. സെക്കൻഡ് തൽക്കാലം പെൻഡിങ് വെച്ചേരെ. 1 3 4 ഒക്കെ നമുക്ക് ചെയ്യാവുന്നത്. ഉണ്ടെങ്കിൽ വേറെ ഡയങ്ങളാതെ പറഞ്ഞോ. നേരത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിക്കോ? അത് നോക്കാൻ വേണ്ടിയാണ്. ഡൗട്ട് വേണടാ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേഗം ചെയ്യണം കേട്ടോ. ഓക്കെ സാർ. സ്പീഡിന് ക്വസ്റ്റ്യൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 3 മിനിറ്റ് മാക്സിമം. ആഫിൻ പ്രോബ്ലം ചെയ്യണോടാ? ഇവിടെ നോക്കിയിട്ട് നീ എഴുതാൻ ലക്ഷണമൊന്നും ഇല്ലല്ലോ അവിടെ. അവിടെയോ ഒരു 1. Two more minutes for the first question. Last minute to complete. ചോദിച്ചോ സാറാ, ചോദിച്ചോ. അടുത്ത ചെയ്തോ, കംപ്ലീറ്റ് ആയെങ്കിൽ നേരെ അടുത്തേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 3. 1 കഴിഞ്ഞാൽ 3, 4 എക്സെട്ര. 30 seconds ഓടെ മാക്സിമം. ഓക്കെ, പറയും ഇവിടെ എങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. ആദിൽ മുഹമ്മദ് പറഞ്ഞ മോനെ. സാറേ സ്ലോപ്പ് 2. സ്ലോപ്പ് 2 ആണ്, ശരി. ഇക്വേഷനോ? y minus 2 by x minus 1 is equal to 2. ഫൈനൽ. ഫൈനല് 2x minus y is equal to 0. അബ്സല്യൂട്ട്ലി. ഞാൻ ഇക്വേഷൻ എന്നാ നമ്മൾ ക്വസ്റ്റ്യൻ ഇനി ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഒരു പാർട്ട് തീർന്നോ, ഫൈൻഡ് ദി ഇക്വേഷൻ എന്നുള്ള പാർട്ടിനോട് നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്താ ബാക്കി ചെയ്യേണ്ട അമന സോലിഹ? ഇനി എന്താ ചെയ്യണ്ടേ? അമാന സോലിഹ, വാട്ട് നെക്സ്റ്റ്? അൺമ്യൂട്ട് ആയിട്ടില്ല. മൈക്ക് ഒരു ഇച്ചിരി അടുപ്പിച്ച് പിടിച്ച്. y കോർഡിനേറ്റിന്റെ സീക്വൻസ് കണ്ടുപിടിക്കണം. y കോർഡിനേറ്റിന്റെ സീക്വൻസ് കണ്ടുപിടിക്കണം. x കോർഡിനേറ്റ് എങ്ങനെയൊക്കെയാ? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ എങ്ങനെ വരും പറഞ്ഞോ?
അത് കിട്ടിയില്ല. ആഹാ, വേഗാവട്ടെ. എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാ? 3, 4, 5. അപ്പൊ എക്സ് ഈക്വൽ നമ്മൾ 3 കൊടുക്കും. സിംപ്ലിഫൈ ചെയ്ത് y കണ്ടുപിടിക്കും. എക്സ് ഈക്വൽ ടു 4 സിംപ്ലിഫൈ ചെയ്ത് y കണ്ടുപിടിക്കും. എക്സ് ഈക്വൽ ടു 5 സിംപ്ലിഫൈ ചെയ്ത് y കണ്ടുപിടിക്കും. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എക്സ് 3 കൊടുത്തപ്പോ എന്താ ആൻസർ വന്നത് പറഞ്ഞു ഫാത്തിമ സുബൈർ? എക്സ് 3 കൊടുത്തപ്പോ y6 y6 കിട്ടും. 4 കൊടുത്തപ്പോഴോ 4 കൊടുത്തപ്പോ 8 8. 5 കൊടുത്തപ്പോ 10. 10. ക്ലാസ് എടുത്ത് എഴുതിക്കാൻ സംഭവം തീർന്നു. 2 into 3 minus y equal to 0. 6 minus y equal to 0. 6 equal to y. 4 ആകുമ്പോൾ 2 into 4 minus y equal to 0. 8 minus y equal to 0. 8 equal to y. 2 into 5 minus y equal to 0. 10 minus y equal to 0. 10 equal to y. Last time we did therefore sequence of y coordinates. Question all confusion is marker. Sequence of y coordinates is 6, 8, 10, etc. Really simple auto. Really complicated. ഇവിടെ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാക്സിമം 4 മിനിറ്റ് മതി. നമ്മൾ കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. Three more minutes. 3 more minutes for the question. എന്താ ബോബി നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ. What we have to complete. സാർ ആദ്യം ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇക്വേഷൻ കണ്ടുപിടിക്കണം. പിന്നെ എക്സും വൈയും പ്രൂവ് ചെയ്യണം. എക്സും വൈയും പ്രൂവ് ചെയ്യണം. ആ കാണുന്ന തന്നിരിക്കുന്ന പോയിന്റ് ലൈനിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഇക്വേഷൻ കിട്ടിയോടാ? സ്ലോപ്പ് കിട്ടിയോടാ? ഇല്ല സാർ, ഇപ്പൊ കിട്ടും. ഇതവിടെ ഫസ്റ്റ് അവിടെ നേരെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പിന് ഇക്വേഷനിലേക്ക് മൂവ് ചെയ്യുക. ഇക്വേഷൻ കിട്ടിക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയുള്ളൂ. കാര്യം 4-ാമത്തിലേക്ക് മൂവ് ചെയ്യണം കേട്ടോ. കംപ്ലീറ്റ് ചെയ്യാൻ പോയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 4. സ്ലോപ്പ് എത്രയാവുന്നെന്ന് പറയാൻ ആൻസർ. സ്ലോപ്പ് എത്രയാ? ഞാൻ തുടങ്ങിയുള്ളൂ സാർ. എന്റെ തുടങ്ങാത്തതിന്റെ താമസം എന്നാ? ഞാൻ നിനക്കിപ്പോ തീരാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്തോരം നേരമാടാ തുടങ്ങാത്തതിന് നീ? 2 സാർ. 2
സ്ലോപ്പോ അല്ല, എങ്ങനെ 2 വന്നേ? 7 minus 1 by 2 minus -1. ഓക്കെ ഫൈൻ, കറക്റ്റ് ആണ്. 2 ആണ്. 2 അല്ലാന്ന് പറഞ്ഞപ്പോഴേ കുറെ പേര് ഇങ്ങനെ തുറച്ചു നോക്കുക 2 അല്ല. 2 ആണ്. ഓക്കെ, അപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമ്മൾ ആദ്യം സ്ലോപ്പ് ഫോർമുലാസ് ഒക്കെ എഴുതുന്നുണ്ടല്ലോ അല്ലെ. y2 minus y1 divided by x2 minus x1, 7 minus 1 divided by 2 minus -1. പ്രത്യേകം ഓർക്കണം, ഞാനത് നെഗറ്റീവിന്റെ എക്സാമ്പിൾസ് ചെയ്തതാട്ടോ. 7 minus 1 6 ആണ്. 2 minus -1 എന്ന് പറയുമ്പോൾ 2 plus 1 ആണ്. 6/3 2 എന്ന ആൻസർ. പറഞ്ഞോടാ. 2.5 എന്നല്ലേ 2.7 ആണ്? 2.7 അല്ലേ ക്വസ്റ്റ്യൻ? 2.7 ആണല്ലോ. എടാ ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 3. 2 വെച്ച് ചെയ്യണം ഞാൻ പറഞ്ഞതാണ്. അത് സാറിന്റെ ഇക്വേഷൻ എന്തായി? സാർ കംപ്ലീറ്റ് ആയില്ല. വേഗം ആവട്ടെ, നമുക്ക് ഇങ്ങനെ കൈയൊക്കെ പോക്കാണ്ടപ്പോഴേ എല്ലാം കഴിയുന്നു. വേഗം ആവട്ടെ. സലീം ഇക്വേഷൻ കിട്ടിയ പോലെ? സലീം ഇല്ല സാർ, ഇപ്പൊ തന്നെ കിട്ടും. ഇവിടെ ഇക്വേഷനിൽ എന്തെങ്കിലും താമസം? എനിക്കത് മനസ്സിലാവാത്തത്. എല്ലാം ഡയറക്റ്റ് ആണല്ലോ. റിഹാൻ VS എന്ന് പറഞ്ഞ ഇക്വേഷൻ ആ 2x plus 3 is equal to 0. 2x plus 3 2x plus 3 is equal to 0. y ഒന്നുമില്ല. അപ്പോ ഇക്വേഷൻ പറഞ്ഞോടാ, തെറ്റാണല്ലോടാ. Equation of the line. സാബിത്ത് ഇക്വേഷൻ കിട്ടിയോ? സാബിത്ത് തന്നെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇക്വേഷനിൽ എന്ന താമസം എനിക്ക് മനസ്സിലാവാത്ത. ഇനി അത് എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ചോദിക്കേ. ഇതാകെ ഇനി 3-4 ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇക്വേഷൻ ടോപ്പിക്ക് തീരും. ആ ഇക്വേഷൻ കണ്ടെത്താൻ നമുക്ക് ഇത്ര ടൈമിന്റെ ആവശ്യമില്ല. അത് എവിടെയാ നിങ്ങൾ സ്റ്റക്ക് ആവുന്നേ, എവിടെയാ ഡൗട്ട് വരുന്നേ, അത് നിങ്ങൾ വാ തുറന്ന് ചോദിക്കില്ല. നിങ്ങൾക്ക് അത് ഗുണം ചെയ്യില്ല. റിപ്പീറ്റഡ്ലി ഞാൻ പറയാണത്. ഫാത്തിമ ഷെർമാൻ സ്റ്റെപ്പ് പറഞ്ഞു. ഫാത്തിമ ഇക്വേഷന്റെ y minus 7 is equal to 2 into x minus 2. ഇനി എന്നെ ഒരു പ്രശ്നം അത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ എന്നാ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പില്? y minus 7 is equal to 4 minus 2x. എന്നിട്ട് y minus 7 plus 4 minus 2x. -2x ഇപ്പുറത്തേക്ക് വരുമ്പോ പ്ലസ് ആവൂലേ? ഞാൻ ഒറ്റ സ്റ്റെപ്പോടെ ഇങ്ങനെ ആൻസർ ആയില്ലേ. പിന്നെ എന്താ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്? let xy be a point on the line. Let xy be a point on the line for slope of xy and -1 അല്ലെങ്കിൽ 2.7 ഏതെടുത്താലും കുഴപ്പമില്ലാട്ടോ, നിങ്ങളുടെ ചോയ്സ് ആണ്. 7 minus y by 2 minus x. ഇനി 2.7 എടുക്കുമ്പോൾ മൈനസിന്റെ കുഴപ്പമൊക്കെ ഒഴിവായിരിക്കും. മറ്റേ ഈ -1 എന്നൊക്കെ വരുമ്പോഴേ നെഗറ്റീവ് ചിലപ്പോ കൺഫ്യൂഷൻ ആക്കാം. അതുകൊണ്ട് ഞാൻ 2.7 ചൂസ് ചെയ്യുന്നുള്ളൂ. രണ്ടായാലും സെയിം ആൻസർ ആവും. ഈ കിട്ടിയ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഓൾറെഡി കിട്ടിയ സ്ലോപ്പ് ക്രോസ് ചെയ്യുമ്പോ 7 minus y equal to 2 into 2 minus x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 7 minus y equal to 4 minus 2x. പുറത്തേക്ക് കൊണ്ടുവരുമ്പോ 7 minus y minus 4 plus 2x equal to 0. ഇപ്പൊ 2x minus y 7 minus 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. കിട്ടിയതാ 2x minus y plus 3 equal to 0 എന്ന് കിട്ടിയായിരുന്നു ഇക്വേഷൻ. വെരി ഗുഡ്. ഇനി എന്താ ഇതിന്റെ ബാക്കി? ഇത് ബാക്കി നമ്മൾ ചെയ്യണേ what we have to complete according to the question Alha.
Sir, എന്താ നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യനില്? ഇക്വേഷൻ കണ്ടുപിടിക്കാനാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചേ? ഇക്വേഷൻ കണ്ടുപിടിക്കാനും അത് കഴിഞ്ഞിട്ട് അത് പ്രൂവ് ചെയ്യാനും. ഏതാ പ്രൂവ് ചെയ്യണ്ടേ? 2x plus 3 x plus 3 മാത്രമേ ഉള്ളൂ. x. നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനില് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. Prove that whatever number we take as x, comma 2x plus 3 is a point on the line. X, comma 2x plus 3 ഈ ലൈനിലുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. Check x, comma 2x plus 3 is a point on the line. നമ്മൾ പഠിച്ച അതേ കാര്യം ചെയ്തോ? ചെയ്തു എന്നെ നോക്കിയേക്കണ്ട, വേഗം ചെയ്തു. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇപ്പൊ കിട്ടിയ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈക്വൽ ടു 0 ആണോ നോക്കുക, ആണെങ്കിൽ സംഭവം റെഡിയാണ്. സാർ, ഈ 7 മൈനസ് y ഈക്വൽ 4 പ്ലസ് 2x ഈക്വൽ ടു 0 ഞാൻ ചെയ്തത് കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയാൻ പാടില്ല മേഡം. 7 minus y equal to 4 minus 2x കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ 4 minus 2x ഇപ്പുറത്തേക്ക് കൊണ്ട് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ട്. അപ്പൊ 7 minus y അങ്ങനെ 4 ഇപ്പുറത്തേക്ക് വന്നപ്പോ -4 ആയി. -2x ഇപ്പുറം വന്നപ്പോ +2x ആയി. +2x ഞാൻ ആദ്യം എഴുതി, -y രണ്ടാമത് എഴുതി. 7 minus 4 എന്ന് പറഞ്ഞാൽ 3 ആണ് ഇക്വേഷൻ. മുപ്പത് സെക്കൻഡ് കേട്ടോ മാക്സിമം. കഴിഞ്ഞെങ്കിൽ നാലാമത്തെ ചെയ്യണേ. 4, 5, 6 ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. കംപ്ലീറ്റ് 20 seconds. അപ്പൊ ഒന്ന് പറയാൻ എന്താ ആൻസർ കിട്ടിയെന്ന്? x 2x plus സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ what happened ഫാത്തിമ ഫൈറൂസ്? ഫാത്തിമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ എങ്ങനെയാണെന്ന് പറഞ്ഞ് കേക്കട്ടെ. 2x minus 2x plus 3 plus 3. അപ്പൊ ആരൊക്കെ കട്ടായി പോവാണ്? 2x ഉം 2x ഉം കട്ടായി പോകും. ബാക്കി 6 വരും. ബാക്കി 6 വരില്ല. ആ ഒരു പ്രശ്നമുണ്ട്. കാരണം അത് ചോദിക്കാൻ വേണ്ടി തന്നെ എടുത്ത് ചോദിച്ചു കേട്ടോ. എന്താ വിഷയം എന്നറിയോ? ശ്രദ്ധിച്ചു നോക്കണേ, പലർക്കും തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് നിലവിലുള്ള ഇക്വേഷൻ 2x minus y plus 3 equal to 0 ആണ്. ചെക്ക് ചെയ്യേണ്ട പോയിന്റ് ഈ ആളാണ്. ഈ പോയിന്റിൽ എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെയാണ്, വൈയുടെ പൊസിഷനിൽ 2x plus 3 ആണ്. ശരിയല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ 2 into എക്സിന്റെ വാല്യൂ എക്സ് തന്നെ മൈനസ് y വാല്യൂ എത്ര ഫാത്തിമ ഫിറോസ്? y വാല്യൂ 2x plus 3. ആ 2x plus 3 നമ്മൾ എഴുതുമ്പോ we have to provide a bracket. കാരണം മൈനസ് ആണ്, ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ. അപ്പൊ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോ 2x ഉണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -2x വരും, പിന്നെ -3 വരും, പിന്നെ +3 വരും. 2x -2x കട്ടായി പോവും, -3 +3 കട്ടായി പോവും, 0. Our conclusion is therefore x, 2x plus 3 is a point on this line. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. മൈനസ് ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ തെറ്റും. അല്ലെങ്കിൽ പകുതിയിൽ 6 എന്ന ആൻസർ. If it is clear, you can move on to question number 4. If there is doubt, you can ask.
സ്പീഡ് ആവട്ടെ കേട്ടോ. ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ആ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈനിന് മാത്രമാണ് നമ്മൾ പെട്ടുപോയത്. കാരണം പെട്ടെന്ന് നമുക്കൊരു ഐഡിയ കിട്ടില്ല. പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് ഓരോ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്, പിന്നെ അടുത്ത സ്റ്റെപ്പ് കൃത്യമാണ് ഓർഡർ. അങ്ങനെ ഓർഡറിൽ അല്ലാതെ ജസ്റ്റ് ഫിഗർ തന്നിട്ട് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈനിന് മാത്രമാണ് ചോദിക്കുക. സ്പീഡ് ആവട്ടെ. ആ പറഞ്ഞോ. ഈ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ പോയിന്റ് ബിലോങ്സ് ടു ദ ലൈൻ. അതല്ല 2x - 2x - 3 + 3 ചെയ്യുമ്പോ എന്താ കിട്ടുന്നത്? 0. 2x - 2x കട്ടായി പോയില്ലേ? -3 + 3 കട്ടായി പോയില്ലേ? അപ്പോ എക്സിന്റെ വാല്യൂ എന്തിനാ? ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് എവർ നമ്പർ വി ടേക്ക് ആസ് എക്സ്, ദ പോയിന്റ് x, 2x + 3 ഈസ് എ പോയിന്റ് ഓൺ ദ ലൈൻ എന്നല്ല പ്രൂവ് ചെയ്യണ്ടേ. എക്സിന്റെ വാല്യൂ എന്ത് വന്നാലും കുഴപ്പമില്ല, x, 2x + 3 ലൈനിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ പ്രൂവ് ചെയ്തു. കാരണം x, 2x + 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 0 ആയി കിട്ടി. സോ ദിസ് പ്രൂവ്. നാലാമത്തെ ഫസ്റ്റ് പാർട്ട് ചെയ്യാൻ 2 മിനിറ്റ് മാക്സിമം കേട്ടോ. നിങ്ങൾ ട്രാക്കിലാണോ എന്നറിയാനാണ് 2 മിനിറ്റ് മാക്സിമം. ഒരു മിനിറ്റ് കേട്ടോ. ഫാസ്റ്റ് ആവട്ടെ. Thirty seconds. എന്താണ് ഇവിടെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയ ഒരു മാർഗം എന്ന് പറഞ്ഞു കേട്ടെ. ഹൗ വി ക്യാൻ ഫൈൻഡ് സ്വാലിഹ എനി ഓപ്ഷൻ y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ? റേഷ്യോ ഏത് റേഷ്യോ? ഓക്കെ 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 എന്താ നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയാം? അമീൻ എം ജെ ഒരു ഓപ്ഷൻ കിട്ടിയില്ല ചിന്തിച്ചിട്ട്.
അവിടെ ഒരു ആംഗിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുഹസിൻ മുസ്തഫ ഒരു ഓപ്ഷനും ഇല്ല. ഇനി ഐഡിയ നൗറൻ ഫാത്തിമ? 30-60 ലൈനിന്റെ റേഷ്യോ ചെയ്യാൻ പറ്റില്ലേ? അവിടെയാണ് നമുക്ക് ഇതിന്റെ സ്പാർക്ക് കിടക്കുന്നത്. നമ്മളിവിടെ ഡയറക്റ്റ് നമ്മൾ ചെയ്താൽ കിട്ടൂല, കാരണം ആ വൈക്കോട്ടിന്റെ കണ്ടുപിടിക്കുമ്പോൾ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. ഇഫ് വി ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്, ഒരു ലൈൻ നമ്മൾ വരച്ചാൽ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. ഇവിടെ നമുക്ക് റൈറ്റ് ആംഗിൾ കിട്ടും. കണ്ടോ? ഈ കാണുന്ന പോയിന്റ് ആരാ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയി കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഈ പോയിന്റ് കോർഡിനേറ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഈ പോയിന്റ് എ എന്ന് വിളിക്കുന്നു, ഈ പോയിന്റ് ബി, ഈ പോയിന്റ് സി. ഈ ബി എന്നുള്ള പോയിന്റ് കോർഡിനേറ്റ് എന്നായിരിക്കും ഒന്ന് പറയുക അച്ചു. ബിയുടെ കോർഡിനേറ്റ് ആരായിരിക്കും? അൺമ്യൂട്ട് ആയിട്ടില്ല അച്ചു. 3 1 3 1 ആണോ? ഒന്നോട് ആലോചിച്ച് നോക്കി. 3 3 0 3 0. കാരണം സിയിൽ നിന്ന് വേണം നമ്മൾ ഫസ്റ്റ് വാല്യൂ എഴുതാൻ. സെക്കൻഡ് വാല്യൂ 3 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ 60, ഒരു ആംഗിൾ 90, ഒരു ആംഗിൾ 30 ഡിഗ്രി ആണ്. എ എന്നുള്ള പോയിന്റ് 10, ബി എന്നുള്ള പോയിന്റ് 30. അപ്പൊ എ ബി എന്നുള്ള ലെങ്ത് എത്രയായിരിക്കും? എ ബി, the length AB will be, length AB will be 2 units. Length of AB will be 2 units. AB equal to 2 units ആണ്. സ്റ്റെപ്പ് ഒക്കെ എഴുതണം കേട്ടോ. ഫിഗറിൽ നമുക്ക് അത് നോട്ട് ചെയ്യാം. അപ്പൊ ഇന്നേരം ട്രയാംഗിൾ എ ബി സി, ട്രയാംഗിൾ എ ബി സിയില് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് റേഷ്യോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ലെങ്ത്തും സൈഡൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നിന്ന് ഈ ബി സി എന്നുള്ള സൈഡ് നമുക്ക് കിട്ടും അല്ലെ? റേഷ്യോ നമുക്ക് ബി സി കിട്ടിയാൽ നമുക്ക് ബി സിയിൽ നിന്ന് വൈ കണക്ട് ചെയ്യാം. കാരണം ഇതാണ് ബി സി എന്ന് പറയുന്ന ലെങ്ത് അല്ലേ, ഇതാണല്ലോ ഈ ബി സി എന്ന് പറയുന്ന ആള്. അപ്പൊ ബി സി ഈക്വൽ ടു ഇപ്പൊ സപ്പോസ് നമുക്ക് ചെയ്തപ്പോ ചുമ്മാ ഒരു എക്സാമ്പിൾ ആട്ടോ, ബി സി നമുക്ക് ചെയ്തപ്പോ കിട്ടുകയാണ് ഒരു 80 യൂണിറ്റ് എന്ന് കിട്ടിയാൽ ഈ പൊക്കം 8 യൂണിറ്റ് ആയിരിക്കും. അപ്പൊ ഈ കാണുന്ന പോയിന്റ് 8 ആയിരിക്കും. വൈ വാല്യൂ നമുക്ക് 8 ആണെന്നല്ലാതെ ഞാൻ പറയാം, ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ട്രയാംഗിൾ അപ്പം സോൾവ് ചെയ്ത വേഗം ട്രയാംഗിൾ സോൾവ് ചെയ്തിട്ടൊന്ന് കണ്ടുപിടിച്ച ലെങ്ത് ഓഫ് ബി സി. അവിടെ നമുക്ക് വൈനെ കണക്ട് ചെയ്യാം. സ്പീഡ് ആവട്ടെ. റേഷ്യോ ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? അഫിനെ റേഷ്യോ എങ്ങനെയാ മോനെ വരിക? അഫിൻ എനിക്ക് കേൾക്കുന്നില്ലോടാ. റേഷ്യോ എങ്ങനെയാ വരിക? 1:√3:2. 1:√3:2. അതെങ്ങനെയാ നമ്മൾ എഴുതണ്ടേ? 1:√3:2 എന്നുള്ള ആളെ 1 എങ്ങനെ കേട്ടില്ല? 60യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈനില്. 60 ഓപ്പോസിറ്റ് ആണോ 1 വരണ്ടേ? അല്ല 30യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈൻ എ ബി. ഓക്കെ കംപ്ലീറ്റ് ചെയ്തോ. ആയിക്കോട്ടെ. സർ ഫോർത്ത് വൺ കഴിഞ്ഞ ഏത് ക്വസ്റ്റ്യൻ വേണ്ടേ? ഫോർത്ത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് വൺ.
എന്താക്കി റേഷ്യോ അപ്ലൈ ചെയ്തപ്പോ ബി സിയുടെ ലെങ്ത് എത്ര കിട്ടി എൽദോസെ? 2√3 നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇൻ ട്രയാംഗിൾ എ ബി സി വെർട്ടിക്കൽ ഓപ്പോസിറ്റ് എ ബി is BC is to AC. 1:√3:2. AB 2 ആണ്, BC AC നമുക്ക് അറിയില്ല. 1:√3:2. ഇപ്പൊ 2:BC is to AC. നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2:2√3:4. അപ്പൊ therefore BC equal to 2√3 നമുക്ക് കിട്ടും. BC യുടെ വാല്യൂ 2√3 യൂണിറ്റ്സ് ആണ്. So from there we get this particular length is 2√3. അങ്ങനെ വരുമ്പോ ഈ കാണുന്ന ലെങ്തും 2√3 ആവണം. സോ ഈ പോയിന്റ് എന്തായിരിക്കും? ഈ പോയിന്റ് കോർഡിനേറ്റ്സ് വരാമെന്ന് പറയാൻ ഇവിടെ കോർഡിനേറ്റ്സ് ഫാത്തിമ ബീവി, ഈ പോയിന്റ് കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഈ പോയിന്റിന്റെ ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. 2√3 ആണ്. 0 ശരിക്കും ആവശ്യമില്ലെങ്കിൽ ഇപ്പൊ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. 0 ആയിരിക്കും. നമുക്ക് പറയാം y വാല്യൂ 2√3 ആണ്. ഇനി രണ്ടും വളരെ സിമ്പിൾ പണിയാണ്. രണ്ടാമത്തെ ചോദിക്കുന്നത് സ്ലോപ്പാണ്. ഈ പോയിന്റ് 10, ഈ പോയിന്റ് 3 സിമ്പിൾ ആയിട്ട് നമുക്ക് സ്ലോപ്പ് കിട്ടും. സ്ലോപ്പ് കിട്ടിയാൽ പിന്നെ മൂന്നാമത്തെ പണി ഇക്വേഷൻ കണ്ടുപിടിക്കും. സിമ്പിൾ ടാസ്ക്. ശരിയല്ലേ? ആണോ? എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് ഒരു പോയിന്റ് 10, അടുത്ത പോയിന്റ് 3, 2. എത്ര സ്ലോപ്പ് കിട്ടിയ ജീലാനി? 2√3/2. 2√3/2 വെട്ടിക്കളയല്ലോടാ. √3. 2√3 - 0 divided by 3 - 2. 2√3/2. 2 and 2 can be cancelled with the slope of √3. Clear? Okay. By the equation of the back to the answer. Thank you. Thank you, sir.